2025 ജനുവരി മാസം 10-ാം തീയതി നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വളരെയധികം ഗുണം ചെയ്യണ ഒരു മഹാവ്രതാനുഷ്ഠാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് ഗീതാ തത്വഭാവത്തെ ഒരു മനുഷ്യനാവാൻ പ്രേരിപ്പിച്ച ഘടകം ധന്യമാക്കിയ ദിനഭാവം, കൂടാതെ മോക്ഷപ്രദമാകണ വൈകുണ്ഠ ദർശനം സാക്ഷാത്കരിച്ച ദിനഭാവം. അങ്ങനെയുള്ള ഈ ദിനം വളരെയധികം സ്ത്രീ പുരുഷ ഭേദമന്യേ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ജീവിത ദുഃഖങ്ങളിൽ ഉളവായിരിക്കണ പല ദൂഷ്യവിധാനങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനും മോക്ഷഗതിയെ പ്രാപിക്കുവാനും സാധിക്കും എന്നുള്ളതാണ്. ധനം, അതേപോലെ ഐശ്വര്യം, കളത്രാദി സുഖങ്ങൾ വന്നു ചേരുവാൻ ഇതുപോലെയുള്ള ഒരു ദിനം വേറെയില്ല എന്ന് തന്നെ പറയാം. തലേന്നു മുതൽ ഒരു നേരം ഭക്ഷണ കാര്യവും അരിയാഹാരം, തുടർന്ന് പിറ്റേന്ന് ജലപാനത്തിൽ മാത്രമായി വ്രതം അനുഷ്ഠിക്കുക. അഷ്ടാക്ഷരി മന്ത്രമാകണ മഹാമന്ത്രം ഓം നമോ നാരായണായ എന്ന മഹാമന്ത്രം 108 ഉരു, അതേപോലെ തന്നെ ഭഗവാന്റെ അഭിഷ്ടങ്ങളെ സാധ്യമാകണ ദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ, ഈ മഹാമന്ത്രം 108 തവണ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ദിനഭാവം ധന്യമാക്കിയാൽ നമ്മളുടെ പ്രാരാബ്ധങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ പറ്റുന്ന ഒരു ദിനമാണ്. കാർത്തികയും അതേപോലെ വെള്ളിയാഴ്ചയും ധനുവും സ്വർഗവാതിൽ ഏകാദശിയും ഒത്തുചേരുന്ന പുണ്യദിനം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒട്ടേറെ സദ്ഗുണഭാവങ്ങളെ ലഭ്യമാകും. പ്രവർത്തിക്കാതെ ഫലം ലഭ്യമാകുകയില്ല. എല്ലാ സജ്ജനങ്ങളും വൈകുണ്ഠ ഏകാദശി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഹരി ഓം സത്